നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത് മുട്ടമൽ. ഞാൻ 2026 പുതുവർഷ ഫലം എങ്ങനെയെന്നുള്ളതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ വൈകിയ വേളയിൽ വന്നിട്ടുള്ളത്. 12 രാശിക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ഒറ്റ വാക്കിൽ ഒരു അഭിപ്രായം പറയാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർഷഫലം എന്ന് പറയുന്ന ഒരു ഫലം പ്രത്യേകിച്ച് ഫലങ്ങളില്ല എങ്കിലും ഈ നമ്മളെ വ്യാഴം, ശനി, രാഹുകേതുക്കള്, മറ്റ് ഗ്രഹങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ മാറുന്ന ഗ്രഹങ്ങളാണ് വ്യാഴം, മറ്റൊന്ന് ശനി, രാഹുകേതുക്കൾ. അപ്പൊ പ്രത്യേകിച്ചിട്ട് 2026 വ്യാഴം 3 രാശികൾ സഞ്ചരിക്കുന്നത്. ഇപ്പം നിലവിൽ മിഥുന രാശിയിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് കർക്കിടകത്തിലേക്കും പിന്നീട് അതിചാരം കൊണ്ട് ചിങ്ങത്തിലേക്കും ഈ ഒരു വർഷം വരുന്നുണ്ട്. വർഷാരംഭത്തിൽ തന്നെ വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാർച്ച് വരെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം ജൂണിന് ശേഷം ഒക്ടോബർ വരെയുള്ള ഒരു കാലഘട്ടം തന്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടക രാശിയിൽ വ്യാഴം സഞ്ചരിക്കും. പിന്നീട് ഒക്ടോബറിന് ശേഷം അത് ചിങ്ങൻ രാശിയിലേക്ക് അതിചാരം കൊണ്ട് മാറുന്നുണ്ട്. ഇതാണ് വ്യാഴത്തിന്റെ ഒരു സഞ്ചാരഗതി എന്ന് പറയുന്നത് 2026. പിന്നീട് ശനിയെ സംബന്ധിച്ചിടത്തോളം രാശിമാറ്റം ഇല്ല എങ്കിലും വക്രഗതി പോലുള്ള കാര്യങ്ങളൊക്കെ ശനിക്ക് വരുന്നുണ്ട് ഈ വർഷം. പിന്നീട് മറ്റൊന്ന് രാഹുകേതുക്കളാണ്. രാഹുകേതുക്കൾ ഈ വർഷം ഡിസംബർ 2026 ഡിസംബർ അവസാനം, അതായത് ഡിസംബർ 5-നാണ് രാഹുകേതുക്കൾക്ക് ഒരു മാറ്റം വരുന്നത്. പിന്നീട് ബുധന് അത്യാവശ്യം ചില മാസങ്ങളിൽ ചില വക്രഗതികൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതിയുള്ളത്. മറ്റ് ഗ്രഹങ്ങൾ ഒരു മാസത്തിന്റെ 2 മാസത്തിന്റെയൊക്കെ പരിധിയിൽ വ്യാഴം മറ്റുള്ള ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഫലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചിട്ടും ആദ്യം തന്നെ നമുക്ക് മേളക്കൂറുകാരെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേളക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 3, 4, 5 ഭാവങ്ങളിലാണ് ഈ വർഷം കടന്നു പോകുന്നത്. ഇവർക്ക് വർഷാരംഭത്തിൽ തന്നെ വ്യാഴം വക്രഗതി ആയിരിക്കും സഞ്ചരിക്കുക. അത് മാർച്ച് വരെ ഉണ്ടാവും. 3-ാം ഭാവത്തിലാണ് വ്യാഴം നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിലുള്ള ചില മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കാനിടയുണ്ട്. അത് ശാരീരികപരമായും മാനസികപരമായും കർമ്മപരമായും ചില ക്ലേശങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 3 മാസം പല രീതിയിലുള്ള ചില മാറ്റങ്ങൾ, അത് ജോലിപരമായിട്ട് ഇഷ്ടപ്പെടാത്ത ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റും മാർച്ചിന് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതാണ് അഭിപ്രായം. ശനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനി 12-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങള്, ടെൻഷൻ ഇവയൊക്കെ ഈ ശനിയുടെ ഒരു ഫലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവികമായ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. എങ്കിലും മാർച്ച് മാസത്തിന് ശേഷം ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് കൂടുതൽ പുരോഗതി, അതുപോലെ തന്നെ ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും കൈവരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും അനുകൂലത്തിൽ വന്നു ചേരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് ആഗ്രഹിച്ച പോലെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ അവർക്ക് സാധിക്കുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രതിസന്ധികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ധനനഷ്ടങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത ഇവർ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ കൂടുതലായിട്ട് വേണം. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനുള്ള സാഹചര്യങ്ങളും പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് ഈ വർഷം വന്നു ചേരുന്നതാണ്. പുതിയ ബന്ധങ്ങൾ, ജീവിതത്തിൽ പുതിയ പങ്കാളികൾ ലഭിക്കുക, അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ ഇവന്റുകൾ വന്നു ചേരുക, സഹോദരന്മാർക്ക് ജോലി കിട്ടുക, അവർക്ക് ഗൃഹം വാങ്ങുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൊണ്ട് മാനസിക ഗുണങ്ങൾ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷം. ആരോഗ്യ സംബന്ധമായിട്ട് കൈവേദന, തോളല് വേദന, ചെവിയുടെ ബാലൻസിന്റെ ചില പ്രശ്നങ്ങൾ, തൈറോയിഡ് പ്രശ്നങ്ങൾ ഒക്കെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി. വീഴ്ച, അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. ദൈവാധീനം വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും വ്യാഴത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക,
യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിലും തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ജാതകപ്രകാരം ജനസമയപ്രകാരം ദശാപഹാരങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരുന്നതല്ല. അപ്പോൾ ജാതക ചിന്ത കൂടി നടത്തി യഥാവിധി പരിഹാരങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂർ എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിന്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യാഴം വർഷം തുടങ്ങുമ്പോൾ രണ്ടാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ്, വിവാഹ കാര്യങ്ങൾ, ഇവകളൊക്കെ തന്നെ ഒരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും പുതിയ കരിയറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ വന്നു ചേരാനും പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാനൊക്കെ ഇവർക്ക് ഈ ഒരു വർഷം സാധിക്കുന്നതാണ്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. കരിയർ സംബന്ധമായ കോഴ്സുകൾ ചെയ്യുന്നതിനെ പറ്റി ഇവർ ആലോചിക്കും. പുനർവിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കാനുള്ള ഒരു വർഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം. അതുപോലെ തന്നെ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ അത് അനുകൂലമായിട്ട് വന്നു ചേരാനും ഇട കാണുന്നു. എങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു കാലഘട്ടം വ്യാഴം 3-ാം ഭാവത്തിലായിരിക്കും. ആ ഒരു സമയം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. 3-ാം ഭാവം പൊതുവെ വ്യാഴത്തിന് അനിഷ്ടസ്ഥാനമാണ്. ഈ സമയം ഏതെങ്കിലും പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടാതിരിക്കുക. ബിസിനസ്സിൽ വളരെയധികം ചെലവുകൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണത്. ബിസിനസ്സിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറയാനൊക്കെയുള്ള സാധ്യത ആ കാലഘട്ടം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയം ശ്രദ്ധിക്കുക എന്ന് മാത്രം. ആ സമയം തന്നെ വാഹനം പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും കൂടുതൽ ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് വ്യാഴത്തിന് അതിചാരവും വക്രവും കൂടി വരുന്നതുകൊണ്ട് പൊതുവെ അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് അഭിപ്രായം. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ ഒരു സമയത്തെ നമ്മൾ കാണാൻ, ഇല്ലെങ്കിൽ ക്ലേശിക്കേണ്ടി വരാം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം അതിചാരം കൊണ്ട് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു സമയം നാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. വിദേശത്ത് പോകാനുള്ള ഒരു വഴി തുറന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അമ്മയ്ക്ക് ഗുണാനുഭവങ്ങൾ, അമ്മയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അമ്മയ്ക്ക് ആരോഗ്യമുക്തി വന്നു ചേരുവാനും രോഗക്ലേശങ്ങളൊക്കെ ഒരു ശമനം വന്നു ചേരാനൊക്കെയുള്ള ഒരു സമയമായിട്ട് പറയാം. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂലത്തിൽ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും ഗൃഹം പുതുക്കിപ്പണിയാനോ ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനുശേഷം വരുന്ന കാലഘട്ടം. നിലവിൽ ഇവർക്ക് ശനി 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 2026-ലും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അഭീഷ്ടങ്ങളും ഇവർക്ക് സാധിക്കുക എന്നുള്ളൊരു ഫലം കൂടിയുണ്ട്. എല്ലാ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരു വിഷയം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പറയാം. ഇപ്പൊ ജ്യേഷ്ഠ സഹോദരന്മാര് അവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ചെവിയുടെ ബാലൻസിന്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഒക്കെ വന്നു ചേരുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അർത്ഥം. ജീവിതചര്യയിൽ യോഗ മുതലായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇവരും ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. 2026 വളരെ ഗുണകരമായിട്ടൊരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് മിഥുനൻ രാശിയാണ്. മകീരത്തിന്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത നോക്കിയാൽ ഒരു നിശ്ചിത പ്ലാനോടുകൂടി മുന്നോട്ട് പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് വർഷത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് പറയുന്നത്. അതിനാൽ നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്ലാനുകൾ അത് മാറ്റിവെക്കപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ വരാൻ ഇടയുണ്ട്. ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. എങ്കിലും ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം അതിൽ നിന്ന് മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ആണ് അധികം കാണുന്നത്. അപ്പോൾ വർഷാരംഭത്തിൽ ജന്മവ്യാഴമാണ്, വക്രഗതിയിൽ വ്യാഴം ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർച്ച് മാസം വരെ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിനുശേഷം വ്യാഴം 2-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായ രാശി, തന്റെ ഉച്ച രാശിയായിട്ടുണ്ടാകുന്ന കർക്കിടകൻ രാശിയിലേക്കാണ് വരുന്നത്. അതായത് ജൂൺ മുതലാണ് 2-ലേക്ക് വരിക. അതിനുശേഷം ഇവർക്ക് ആഗ്രഹിച്ചതുപോലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ പൊതുവെ അനുകൂലമായിട്ടുണ്ടാകുന്ന പല മാറ്റങ്ങളും അതിനുശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ ചില തടസ്സങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്.
പിന്നീട് അനുകൂലത്തിൽ വരുന്നതാണ്. സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ഉയർച്ച, കുടുംബപരമായിട്ട് കുടുംബപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം വന്നു ചേരാനുള്ള ഒരു കാലഘട്ടം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി വരിക, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ വാക്കും കുടുംബഞ്ച ധനം, കുടുംബപരമായ കാര്യങ്ങൾ വെച്ചാൽ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വിവാഹ ലബ്ധി വന്നു ചേരുക, അതുപോലെ തന്നെ പുതിയ വാഹനം, ഗൃഹം, ഭൂമി ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് വർഷത്തിന്റെ പകുതിക്ക് ശേഷം. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമാണ് പകുതിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം. കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു സമയം വ്യാഴം അതിചാരം കൊണ്ട് 3-ാം ഭാവത്തിലേക്ക് വരുന്ന ഒരു സമയം ഇവർക്ക് വരുന്നുണ്ട്. ഒരു 3 മാസം കാലഘട്ടമാണ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് പുതിയ ബിസിനസ് ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സിൽ വളരെയധികം ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വ്യാഴത്തിന് അതിചാരം വക്രമൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു സമയം പൊതുവെ അത്ര നന്നല്ല എന്നുള്ളതാണ് അഭിപ്രായം. എങ്കിലും ജാതകപരമായിട്ടുണ്ടാകുന്ന ചിന്ത കൂടി നടത്തി അതിനു വേണ്ടിയിട്ടുള്ള യഥാവിധി പരിഹാരക്രിയകളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തായി കർക്കിടക രാശിയാണ്. കർക്കിടക രാശി എന്ന് പറയുന്നത് പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്നത്. ഇവർക്ക് ഈ വർഷം നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും കരിയറിലും ഒക്കെ ഒരു മാറ്റം സംഭവിക്കാനുള്ള ഒരു വർഷമായിരിക്കും. പ്രവർത്തന രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് ഈ വർഷം കാണുന്നത്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും അനുകൂലത്തിൽ വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അധികം വൈകാതെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. വർഷാരംഭത്തിൽ തന്നെ വ്യാഴം 12-ലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ, വീഴ്ച ഉള്ള കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാര്. ബിസിനസ് മേഖലയിൽ ചില പ്രതിസന്ധികൾ രൂപപ്പെടാനുള്ള സാധ്യതകളും കാണുന്നു. അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില വിശ്വാസവഞ്ചനകളൊക്കെ നേരിടാനുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടാതിരിക്കാൻ, ഏത് കാര്യങ്ങളിലും എടുത്തു ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അല്പം ചില കാലതാമസത്തിനാണ് സാധ്യത കാണുന്നത്. എങ്കിലും പരിശ്രമം നമ്മൾ തുടരുക തന്നെ വേണം. കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ നല്ലതുപോലെ പരിശ്രമിച്ച് ഇവർ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും സാമ്പത്തികമായ ഇടപാട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ നടത്തണം. ചില നഷ്ടസാധ്യതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണാദി പ്രവർത്തനം ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം പൂർത്തിയാക്കാനും അതിൽ കയറി താമസിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും പരീക്ഷ, ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ വന്നു ചേരാനുള്ള ഒരു വർഷം കൂടിയാണ്. പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പറയാനുള്ളത്. ഏതായാലും ജാതക ചിന്ത കൂടി നടത്തി അതിനു വേണ്ടിയിട്ടുള്ള യഥാവിധി പരിഹാരങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകവും പൂരപുത്രത്തിന്റെ കാൽഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 11-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പഴയ സുഹൃത്തുക്കളെ കാണുവാനും പുതിയ ബന്ധങ്ങൾ വന്നു ചേരുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ വർഷം. ബിസിനസ്സിൽ കൂടുതൽ ലാഭം നേടുവാനും ജോലിയിൽ പ്രൊമോഷൻ മുതലായ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ്.
സന്താനലബ്ധി, വിവാഹ ലബ്ധി മുതലായ കാര്യങ്ങളും ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയബന്ധങ്ങൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് ദൃഢമാകുവാനും വിവാഹത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷം. ജൂൺ മാസത്തിന് ശേഷം വ്യാഴം 12ലേക്ക് വരുന്ന ഒരു സമയമാണ് ഒക്ടോബർ വരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ നമുക്ക് വന്നു ചേരാനുള്ള ചില സാധ്യതകളുണ്ട്. അമിതമായ ചെലവുകളും വന്നു ചേരാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ് ഒരു സമയം. സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ ആരോഗ്യ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടോ ധനനഷ്ടം വന്നു ചേരാനുള്ള ചില സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും വർഷാരംഭത്തിൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ കൈവരുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹം, വാഹനം, ഭൂമി മുതലായൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. വർഷത്തിന്റെ മധ്യകാലഘട്ടം മുതൽ ചെറിയ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഒരു ജാതക ചിന്ത കൂടി നടത്തി യഥാവിധി പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തായി കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് 2026. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരാൻ പറ്റിയ ഒരു സമയമാണ്. കർമ്മ പുരോഗതി, കർമ്മമേഖലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പ്രൊമോഷൻ, സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. പുതിയ വാഹനം, ഗൃഹം, ഭൂമി ഇതിലേക്ക് വന്നു ചേരാൻ പറ്റിയ സമയമാണ്. വിവാഹാലോചന നടത്തുന്നവർക്ക് അനുകൂലമാണ്. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷം. എങ്കിലും അവസാന കാലഘട്ടങ്ങളിൽ, അവസാന കാലഘട്ടങ്ങളിൽ വ്യാഴം 12ലേക്കൊക്കെ വരുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം നമുക്ക് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പൊ അവനവന്റെ ശ്രദ്ധക്കുറവും എടുത്തുചാട്ടം കൊണ്ടും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ ആ കാലഘട്ടം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പ്രത്യേകിച്ച് പറയാനുള്ളൂ. ഇവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. അടുത്തായി തുലാവൻ രാശിയാണ്. തുലാവൻ രാശി എന്ന് പറയുന്ന ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് 2026. ഇവർക്ക് ചില യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു വർഷം വന്നു ചേരുന്നതാണ്. സഹോദരന്മാരുടെ ജീവിതത്തിൽ ചില പ്രകടമായ മാറ്റം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ജോലി കിട്ടുക, സ്ഥാനക്കയറ്റം ലഭിക്കുക, വിവാഹം നടക്കുക മുതലായ കാര്യങ്ങളെ കൊണ്ട് മാനസിക ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ബാലൻസിന്റെ ചില പ്രശ്നങ്ങൾ സൂക്ഷിക്കണം. ഷോൾഡർ വേദന അത് ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഉള്ളത്. വയറ് സംബന്ധമായിട്ടാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ വിഷയത്തിൽ ഏതെങ്കിലും കോഴ്സ് നേരത്തെ ആഗ്രഹിച്ചതുണ്ടെങ്കിൽ അതൊക്കെ പുനർവിചിന്തനം ചെയ്യുവാനും ആ കോഴ്സ് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വീട് വിൽക്കാനോ അതുപോലെ തന്നെ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു വർഷമാണ്. മുടങ്ങി കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നമുക്ക് അനുകൂലത്തിൽ വന്നു ചേരാൻ ഇടവരുന്ന സമയമാണ്. ബന്ധുജനങ്ങളുമായി മറ്റും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് രമ്യത മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു വർഷമാണ്. തന്നെ എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ നമുക്ക് അനുകൂലമായി സംസാരിക്കുവാനും ബഹുമാനിക്കുവാനും പറ്റിയൊരു വർഷം കൂടിയാണ്. വിവാഹാദി മംഗള കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വാരസ്യങ്ങളൊക്കെ, കുടുംബകലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് രമ്യതയിൽ പരിഹരിക്കാനും അത് അത്തരം കേസോ കാര്യങ്ങളോ ഉള്ളവർക്ക് അത് അവരാഗ്രഹിച്ച രീതിയിലുള്ള ബന്ധം മുന്നോട്ട് നീങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങൾക്കൊക്കെ തന്നെ ഒരു മാറ്റം വരുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം.
ജോലിയിലെ പുരോഗതി, അനുകൂലമായ മാറ്റങ്ങൾ, പ്രൊമോഷൻ, സ്ഥാനക്കയറ്റം, ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രണയബന്ധം ഒക്കെയുള്ള ആൾക്കാർക്ക് അന്തിമമായിട്ടത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചില സാധ്യതകളും കാണുന്നുണ്ട്. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിലും മെച്ചം ഉണ്ടാവുന്നതാണ്. പൊതുവെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് 2026. അടുത്തതായി വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വർഷം പറയേണ്ടത്. വർഷാരംഭത്തിൽ തന്നെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മാനസികപരമായിട്ടുള്ള ടെൻഷൻ, അതുപോലെ തന്നെ അമിതമായ ചിന്ത, ഉത്കണ്ഠ, ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർ ശ്രദ്ധിക്കണം. വീഴ്ച, അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവർ സ്പീഡ് കുറച്ചും ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന കാലഘട്ടം ഇവർക്ക് വളരെ ഗുണകരമാണ്. ഭാഗ്യത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം അവർക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക ഒരു പുരോഗതി കൈവരിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്കും ആഗ്രഹിച്ച പോലെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. വിദേശ രാജ്യങ്ങൾക്ക് തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ഈ വർഷത്തിന്റെ മധ്യ കാലഘട്ടത്തിന് ശേഷം. ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകിച്ചിട്ടും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ആദ്യ കാലഘട്ടങ്ങളിൽ ബിസിനസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ചില ക്ലേശങ്ങൾ വന്നു ചേരാൻ ചില സാധ്യതകളൊക്കെ വർഷാരംഭത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ് വർഷത്തിന്റെ പകുതിക്ക് ശേഷം. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും കൈവരുന്ന ഒരു വർഷമാണ്. കുറെ കാലമായി വെച്ച് പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു കാലമാണ്. പ്രേമകാര്യങ്ങളിൽ വിവാഹത്തിൽ കലാശിക്കാനുള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം. അയൽക്കാരുമായിട്ടോ ബന്ധുജനങ്ങളുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. ശ്രദ്ധിച്ചും സൂക്ഷിച്ചുകൊണ്ട് ഇവർ വാക്കുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് ഈ ഒരു വർഷം ഫലം പറയേണ്ടത്. എങ്കിലും ജാതക ചിന്ത കൂടി നടത്തി യഥാവിധി പരിഹാര പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്കും നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തായി ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുന്നത് മൂലവും പുരാണവും ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴികയും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്കും ഈ ഒരു വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു ഫലത്തെയാണ് പറയാനുള്ളത്. ഒരു വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത പ്ലാനോടുകൂടി മുന്നോട്ട് പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകുന്ന പ്ലാനുകൾ അത് മാറ്റി വെക്കപ്പെടാനുള്ള ചില സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു വർഷത്തെ കാണാൻ. സുപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നു. എങ്കിലും വർഷാരംഭത്തിൽ വ്യാഴം 7 സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പുതിയ വാഹനം വാങ്ങുവാനുള്ള ചില സാഹചര്യങ്ങൾ, പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിൽ പുതിയ ഇവന്റുകൾ, പുതിയ അവർക്ക് ജോലി ലഭിക്കുക, ഗൃഹം വാങ്ങുക മുതലായ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നു ചേരേണ്ട ഒരു സമയമാണ്. പുതിയ ബന്ധുക്കൾ വന്നു ചേരുവാനും സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ, ഇന്റർവ്യൂ, ഇവരൊക്കെ തന്നെ ഒരു അനുകൂലമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. യാത്രയിൽ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കൂടിയുള്ള ഒരു കാലഘട്ടമാണ്. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും ഇടവരുന്ന ഒരു കാലഘട്ടമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു കാലഘട്ടം വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അഷ്ടമഭാവം പൊതുവെ വ്യാഴത്തിന് അനുകൂല ഭാവം അല്ല. ഈ സമയം ഏതെങ്കിലും പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി അതിൽ ചില നഷ്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള ചില സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും
വീഴ്ച, അപകടങ്ങൾ പോലുള്ള ചില ബുദ്ധിമുട്ടുകളും കരുതിയിരിക്കേണ്ടതായിട്ടും ഉണ്ട്. ഇവരും പ്രത്യേകം ജാതക ചിന്തയൊക്കെ നടത്തി യഥാവിധി പരിഹാര പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്നാണ് ആശംസിക്കുകയാണ്. അടുത്തതായി മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വർഷാരംഭത്തിൽ വ്യാഴം 6-ൽ വക്രഗതി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കാൻ ചില സാധ്യതകളുണ്ട്. രോഗപീഠ, ആരോഗ്യപരമായിട്ട് ചില ക്ലേശങ്ങൾ ശ്രദ്ധിക്കുക. ശത്രുശല്യം ഉണ്ടാവാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങുന്നത് നന്നല്ല എന്നാണ് അഭിപ്രായം. ചിലവുകൾ വർദ്ധിക്കാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. കേസ്, നിയമപ്രശ്നങ്ങൾ മുതലായ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അനുകൂലത്തിൽ വരാനുള്ള ചില സാധ്യതയും ഉണ്ട്. എങ്കിലും പുതിയ കേസ് ഉത്ഭവിക്കാൻ, നിയമപ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള ചില സാധ്യതകളും വർഷാരംഭത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവർക്ക് 7ലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയം ഇവർക്ക് ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാനും പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ജോലിയിൽ പുരോഗതി കൈവരിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ വാഹനം, ഗൃഹം, ഭൂമി, വാഹനം ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു വർഷമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. വർഷത്തിന്റെ പകുതിക്ക് ശേഷം വരുന്ന ഒരു കാലഘട്ടം. ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കൈവേദന, തോളല് വേദന, ചെവിയുടെ ബാലൻസിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്കും വന്നു ചേരുന്ന സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യ പുരോഗതിയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഇവർക്ക് നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി കുംഭൻ രാശിയാണ്. അവിട്ടത്തിന്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യാഴം വർഷം തുടങ്ങുമ്പോൾ തന്നെ 5-ൽ സഞ്ചരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ, കുടുംബം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഹയർ സ്റ്റഡീസ്, വിവാഹ കാര്യങ്ങൾ ഇവകളൊക്കെ തന്നെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഉയർച്ചയും സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ തന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. പുനർവിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്കും അനുകൂലമായ ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും. കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കാനുള്ള ചില സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. കടം കൊടുത്തോ മറ്റോ ആയ പണം തിരികെ ലഭിക്കാനുള്ള ചില സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു കാലഘട്ടം ഇവർക്ക് 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം വരുന്നൊരു സമയമാണ്. ആ സമയത്ത് ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കേണ്ടുന്ന സമയമായിരിക്കും. ദൂരദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. സ്ത്രീജനങ്ങൾ നിമിത്തമോ മറ്റോ ചില മാനഹാനിയും ശ്രദ്ധിക്കണം. കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ചില തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകളും ഈ ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു ഫലം തന്നെയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പറയാനുള്ളത്. ഇവരും ജാതക ചിന്തി കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി അതിനുവേണ്ടിയുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തായി മീനൻ രാശി. മീനൻ രാശി എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി ഈ നക്ഷത്രങ്ങൾ അടങ്ങിയ രാശിയാണ് മീനൻ രാശി. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇവർക്ക് വ്യാഴം 4, 5, 6 ഭാവങ്ങളിലാണ് ഈ വർഷം സഞ്ചരിക്കുക. ഇവർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് 2026. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ച, പുരോഗതി, അഭിവൃദ്ധി ഒക്കെ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താന സംബന്ധമായിട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അവരുടെ വിവാഹം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇവയുമായി ബന്ധപ്പെട്ട് മനസ്സിന് ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പറ്റിയ സമയ കാലഘട്ടം കൂടിയാണ്. പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികളോ വാഹനം വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായി ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് ഈ വർഷത്തെ പറയാം. എങ്കിലും കുടുംബ ബന്ധങ്ങളിൽ
കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അവനവന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ചില മനപ്രയാസങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ഇവർക്ക് പുനരാസൂത്രണം ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. വിവാഹാദി തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായി വിവാഹബന്ധം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസ്സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷം. ഭൂമി വിൽക്കുവാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെ പൂർവികമായ സ്വത്ത് നമ്മുടെ അധീനതയിൽ വന്നു ചേരാൻ പറ്റിയൊരു കാലഘട്ടം കൂടിയാണ്. പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രമ്യതയിൽ എത്തിച്ചേരാനുള്ള ഒരു വർഷം കൂടിയാണ്. അപ്രതീക്ഷിതമായ ജലധന ലാഭങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വത്ത് സംബന്ധമായിട്ടോ മറ്റോ തർക്കങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് രമ്യതയിൽ പരിഹരിച്ച് നമുക്ക് അവകാശപ്പെട്ട ഭൂസ്വത്തുകളൊക്കെ നമ്മുടെ അധീനതയിൽ വന്നു ചേരാനും പറ്റിയൊരു കാലഘട്ടമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയവും ഇവർക്ക് പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ മുഖേന ധനലാഭങ്ങളും മനസ്സന്തോഷവും കൈവരിക്കാൻ ഇവർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. വർഷാവസാനത്തിൽ ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഉദര സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കണ്ണിനെയും കാലിനെയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ വർഷാവസാനം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ്. നിങ്ങളുടെ ദശാവസാനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി അതിനു വേണ്ടിയിട്ടുള്ള യഥാവിധി പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.